ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ഇത്? ആരെങ്കിലും വന്ന് കരച്ചിൽ കണ്ട വരട്ടെ. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് ശരിക്കൊന്ന് കിടന്നു ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നീയായിട്ട് എന്നെ കൊലയ്ക്ക് കൊടുക്കുമല്ലേ? കൊലപാതകമായത് ജീവിതകാലം മുഴുവൻ ഞാൻ അകത്ത് കിടക്കേണ്ടി വരും. അതിനു വേണ്ടിയാണോ നീ ഇങ്ങനെ കരച്ചിലും പിടിച്ചിലായിട്ട് നടക്കുന്നത്? ഒരു കള്ളം പറയാത്ത ഞാൻ എങ്ങനെയാ ഗോപാലേട്ട ഇത്രയും വലിയൊരു രഹസ്യം കൊണ്ട് നടക്കുന്നത്? എന്റെ ശ്വാസം നിന്നു പോതെ ഞാൻ ഇപ്പോഴും ജീവനോട് നിൽക്കുന്നത് എന്റെ മക്കളുടെ കൊച്ചുമക്കളുടെ ഭാഗ്യം കൊണ്ടാ. എനിക്ക് എന്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല ഗോപാലേട്ട. ശാരദേ, ഞാൻ ശാലിനിയോട് പറയാൻ പോവാ. ശാരദ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്താ എന്തോ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ, അതും പൂജാമുറിയില്. അമ്മേ, എന്താ പ്രശ്നം? എന്തേ ഞാൻ വന്നപ്പോ നിർത്തിയേ? മോളെ, നിന്റെ അമ്മയ്ക്ക് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താനല്ലേ നേരമുള്ളൂ. കാര്യം ഞാനൊരു സഞ്ചാരിയാ, യാത്ര ഇഷ്ടപ്പെടുന്ന ആളുമാണ്, വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളുമല്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർ മാത്രം മതി എൻ്റെ കൂടെ. മോളെ, വിഷ്ണുവിന്റെ കാര്യമൊക്കെ എന്തായി? വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയമ്മേ. ഒരു പെൺകുട്ടിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. മോളെ, നിന്നെ കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരാശ്വാസം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? ശാരദേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവളെ ബുദ്ധിമുട്ടിക്കരുത്. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം കാര്യങ്ങളായിട്ട് അവൾ ഓടി നടക്കുക. അതിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ കൂടി പറഞ്ഞ. അമ്മേ, അമ്മ അനൂപിന്റെ കാര്യമാണോ പറയാൻ വന്നേ? മോളെ, എനിക്ക് അവനെ വിളിക്കുന്നേ. പറയടാ. ചേച്ചി, എന്റെ അമ്മ പോയി. എന്റെ അമ്മ എന്നെ വിട്ടു പോയി. അനൂപേ, എന്താ? അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനോടൊന്ന് പറയണം, അമ്മ ഒന്ന് കാണണമെന്ന്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എടാ, നീ ഇങ്ങനെ കരയല്ലേ? ഹലോ അനൂപേ, എടാ ഹലോ. എന്താടി? അനൂപ വിളിച്ച. അവന്റെ അമ്മ മരിച്ചുപോയി.